ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നാടൻ സ്റ്റൈലിൽ ചെമ്മീൻ മുരിങ്ങക്കായ കറിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 മുരിങ്ങക്കായ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ 1 തക്കാളി, 2 പച്ചമുളക്, 5 ചെറിയ ഉള്ളി, അല്പം മാത്രം പുളി, 1 കഷ്ണം ഇഞ്ചി. അതിൻ്റെ കൂടെ 1 മുറി തേങ്ങ ഞാനിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 കിലോ ചെമ്മീൻ ഞാനിവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ചെമ്മീനിൻ്റെ ഈ ഭാഗത്ത് ഒരു കറുത്ത കളറിൽ ഒരു നൂല് പോലെ ഉണ്ടാകും, അതെടുത്ത് കളയണം കേട്ടോ. ഇനി ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളും ഇഞ്ചിയും ചെറിയുള്ളിയും പച്ചമുളകും തക്കാളിയും മുരിങ്ങക്കയും ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് അല്പം ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഒരു അടുപ്പിലേക്ക് മാറ്റി നമ്മൾക്ക് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ. മുരിങ്ങ ഒരു പകുതി വേവാവുന്നത് വരെ നമ്മൾക്ക് വേവിച്ചെടുക്കാം. അതവിടെ ഇരുന്ന് വേവട്ടെ. വെന്തതിന് ശേഷം നമ്മൾക്ക് കാണാം. ഇതാ മുരിങ്ങ ഇവിടെ പകുതി വെന്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കാം കേട്ടോ. വേണമെങ്കിൽ അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നന്നായിട്ട് തിള വരുന്നുണ്ട്. ഇനി ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ചെമ്മീനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി വെള്ളവും തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നതും ചേർക്കാം. നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് ലൂസാക്കി എടുക്കാം കേട്ടോ. നിങ്ങളുടെ കറിക്കനുസരിച്ച് നിങ്ങൾക്ക് ലൂസാക്കി എടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന അളവൊക്കെ ഈ കറക്റ്റ് തന്നെ ആയിരിക്കും ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട്. ഇതൊന്ന് മൂടി വെച്ച് നമ്മൾക്ക് നന്നായിട്ട് കൊതി വരുന്നവരെ തിളപ്പിച്ചെടുക്കാം. കറിയൊക്കെ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ഉപ്പിൻ്റെ അളവൊക്കെ കറക്റ്റ് തന്നെ ആയിരിക്കും. ഇനി ഇതൊന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അല്പം കടുകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾക്ക് തിളയ്ക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ മൺചട്ടിയിലായതുകൊണ്ടാണ് ഇതിപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി നന്നായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. എൻ്റെ വീട്ടിലെ ഫേവറേറ്റ് കറിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.